വരെ നമ്മളെ പുതിയ മോഡൽ ക്വസ്റ്റ്യൻ ആണല്ലേ. 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ടാവും, 2.25 മണിക്കൂറാണ് എക്സാം. പിന്നെ 6 ക്വസ്റ്റ്യൻ ഉണ്ടാവും, എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പിന്നെ ഇൻറ്റേർണൽ ചോയ്സ് എ അല്ലെങ്കിൽ ബി ഉണ്ടാവും. അപ്പോൾ ഐദർ എ ഓർ ബി ഏതാണോ ഏറ്റവും കൂടുതൽ നന്നായി അറിയുന്ന ആ ഒരു ഓപ്ഷനെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് അല്ലേ. ആർട്ടിഫിഷ്യൽ പോളിനേഷന് വേണ്ടി മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനായ നമ്മൾ ഫ്ലവേഴ്സിൻ്റെ പാർട്സ് 6ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലേ. സ്റ്റാമിന റിമൂവ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. പിന്നെ എന്തിനാണ് റിമൂവ് ചെയ്യുന്നത്? പിന്നെ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഇനി എന്ത് ചെയ്യുക, കുറേ എ ബിയും ഒക്കെ കണ്ടിട്ട് പേടിക്കണമെന്നില്ല. 2 പ്രാവശ്യം ഒന്ന് നന്നായിട്ട് പിന്നെ മനസ്സിരുത്തി വായിച്ചു നോക്കിയാൽ മതി. അപ്പോൾ പറയാണ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് ഈസ് കറക്റ്റ്, സെക്കൻഡ് ഈസ് ഫാൾസ്. അങ്ങനെ കുറച്ച് പിന്നെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കറക്റ്റ് ആൻസർ ഏതാണ് എന്ന് നോക്കുക. അതായത് പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, ഓക്കെ. സ്റ്റേറ്റ്മെൻറ്റ് 2 ശരിയാണ്, പിന്നെയോ സ്റ്റേറ്റ്മെൻറ്റ് 1, 2 ആർ ട്രൂ. സെക്കൻഡ് വൺ ഈസ് ദ റീസൺ ഓഫ് ഫസ്റ്റ്, ഓക്കെ. ഇതാണ് ഡി ആണ് ശരിയായിട്ട് വരിക. പിന്നെയോ പിന്നെ നമ്മൾ പിന്നെ കുറച്ച് സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട് അല്ലേ. ആർട്ടിഫിഷ്യൽ പോളിനേഷൻ്റെ സ്റ്റേജ് 1 ആണ് ചോദിച്ചത്. ഒന്നുമില്ല, സ്റ്റേജ് 1 ഇതാ സെൽഫ് പോളിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാമൻ കട്ട് ചെയ്യുന്നു എന്ന ഒന്നാമത്തെ സ്റ്റേജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നേരെ എന്ത് ചെയ്താൽ മതി, റീറൈറ്റ് ചെയ്താൽ മതി ഇവിടത്തേക്ക്. ഇനി എന്ത് ചെയ്യുക, സ്റ്റേജ് 2 ഇവിടെ കൊടുത്തിട്ടുണ്ട്, സ്റ്റേജ് 3, സ്റ്റേജ് 4. സ്റ്റേജ് നമ്മൾ 5 സ്റ്റേജസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ 5ാമത്തെ സ്റ്റേജ് ഇവിടെ ഇല്ല. ഇനി തേർഡ് വൺ എന്ത് ചെയ്യണോ, ജസ്റ്റ് ഇവിടെ ആഡ് ചെയ്യണം. തേർഡ് വൺ എന്താണ് പറയുന്നത്, ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത്, പോളൻ ഗ്രെയിൻസ് കളക്ട് ചെയ്യണം എന്നാണ് പറയുന്നത് അല്ലേ. അത് ജസ്റ്റ് എഴുതിയാൽ എന്തായി, അതിൻ്റെ മാർക്ക് കിട്ടി. പിന്നെ ഒന്നിൽ ബി നമുക്ക് നോക്കാം. ഇവിടെ ഒരു മാച്ച് ദ ഫോളോയിങ് ആണോ, അല്ല. കറക്റ്റ് പെയർ, ഇത് ഇവിടെ കൊടുത്ത മാച്ചായിട്ടുള്ള അഗ്രികൾച്ചർ സെക്ടറുമായി ബന്ധപ്പെട്ട ഒരു ഭാഗമാണ് അല്ലേ. ഏതാണ് റെഡി ആയിട്ടുള്ളതെന്നാണ്. എപ്പി കൾച്ചർ റിയറിങ് ഫിഷ് അല്ലല്ലോ. പിന്നെ ക്യൂണി കൾച്ചർ റിയറിങ് റാബിറ്റ്, അപ്പോൾ ശരിയാണ്, യെസ്, നമുക്ക് കിട്ടി. പിന്നെയോ ഹൗ വെജിറ്റബിൾ പ്ലാന്റ്സ് ക്യാൻ ബി പ്രൊട്ടക്റ്റഡ് ബൈ മെക്കാനിക്കൽ കൺട്രോൾ. അപ്പോൾ മെക്കാനിക്കൽ കൺട്രോൾ എന്താണ്, ബയോളജിക്കൽ കൺട്രോൾ എന്താണ് എന്നുള്ള ഭാഗം ജസ്റ്റ് ഒന്ന് ധാരണ ഉണ്ടായിരിക്കണം. മെക്കാനിക്കൽ കൺട്രോളിൽ നമ്മളൊരു ഗോൾഡ്, അതായത് ഒരു പൊന്നീച്ച എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, ഗോൾഡ് കളേർഡ് ഫ്ലൈനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ചെറിയൊരു ട്രാപ്പ് വെച്ചിട്ട് ഏത് ബേസിൽ ലീഫ് അല്ലേ, ബേസിൽ ജോസഫിനെ ഓർമ്മിച്ചായെന്ന് തോന്നിയെങ്കിൽ അല്ലേ, ബേസിൽ ലീവ്സ് വെച്ചിട്ട് പിന്നെ അതിനെ ട്രാപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ വേറൊരു വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ട് അല്ലേ, ഒരു ഫെറമോൺ ട്രാപ്പ് വെച്ചിട്ട് ആ ഒരു ഏരിയയിലേക്കാണ് ഇൻസെക്റ്റ് വരും. അപ്പോൾ നമുക്ക് ആ ഒരു പെസ്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, കൺട്രോൾ ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെന്താണ്, പിന്നെ എന്താണ് മെക്കാനിക്കൽ കൺട്രോൾ എന്നുള്ളത്, ഒന്നുകിൽ മാനുവലി ആയിട്ട് അല്ലെങ്കിലോ ട്രാപ്പ് യൂസ് ചെയ്തിട്ടോ നമ്മൾ കൺട്രോൾ ചെയ്യുന്നതിനാണ് മെക്കാനിക്കൽ കൺട്രോൾ എന്ന് പറയുക. ഇനി ബയോളജിക്കൽ കൺട്രോൾ എന്താണ്, ലേഡി ബഗിനെ പോലെയുള്ള, അല്ലെങ്കിലോ പിന്നെ ഫ്രോഗിനെ പോലെയുള്ള, അല്ലെങ്കിലോ വേറൊരു ട്രൈക്കോഗ്രാമയെ പോലെയുള്ള, അങ്ങനെ കുറച്ച് ഇൻസെക്റ്റ്, നമ്മളെ ഫ്രണ്ട്ലി ഇൻസെക്റ്റിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതിലേതെങ്കിലും 2 എക്സാമ്പിൾ എഴുതുക, ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി കഴിഞ്ഞു. യെസ്, അടുത്ത നോക്കൂ. എ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വാൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽ. ഏതാണ്, കണ്ണും പൂട്ടി പറയാം ഹൈഡ്രജൻ ആണെന്ന് അല്ലേ. ഇതിനെ നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത്, യെസ്, നമ്മൾ ചെയ്ത എക്സ്പെരിമെൻറ്റ് നോക്കൂ. ഇതാ എയിം, മെറ്റീരിയൽ റിക്വയർഡ്, മെത്തേഡ്, പിന്നെയോ ഒബ്സർവേഷൻ അല്ലേ. എന്താണ് ഇതാ, യെസ്, ആസിഡ് മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യും. ഹൈഡ്രജൻ്റെ പിന്നെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ പഠിച്ചിട്ട്. ഇനി ശ്രദ്ധിക്കൂ, ഇനി ആസിഡും യൂസസുമാണ് തന്നിട്ടുള്ളത് അല്ലേ. ജസ്റ്റ് ശ്രദ്ധിക്കൂ, അസിറ്റിക് ആസിഡിൻ്റെ യൂസ് നമുക്കറിഞ്ഞൂടെ. അസിറ്റിക് ആസിഡിൻ്റെ യൂസ് എന്താണ്, പിക്കിൾ മേക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നു അല്ലേ. പിന്നെയോ വേറെന്താ യൂസ് ചെയ്യുന്നത്, നമുക്ക് പ്രിസർവേറ്റീവായിട്ട് അല്ലേ, ഫുഡ് സ്റ്റോർ ചെയ്തിട്ട് പ്രിസർവേറ്റീവായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറേ യൂസസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ക്വസ്റ്റ്യനിൽ ബൈ മിസ്റ്റേക്ക് ആയിരിക്കാം, സിട്രിക് ആസിഡിൽ നമ്മളെന്താണ് പഠിച്ചത്, പിന്നെ ടു മേക്ക് ഡ്രിങ്ക്സ് ആണ് പഠിച്ചത് അല്ലേ. ഇനി അതല്ല, ഇതാണെങ്കിലോ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ആണെങ്കിൽ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. ഒന്ന് സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമ്മളെടുത്ത് HNO3 എന്ന് പറയുന്നത്, ഇത് പഠിക്കണം നിർബന്ധമില്ല. നൈട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. പിന്നെ നൈട്രിക് ആസിഡ് ഇവിടെ തന്നിട്ടുണ്ട്, പെയിൻറ്റ് ഡൈ, ഓക്കെ. അങ്ങനെയാണെങ്കിൽ ടാനിക് ആസിഡിൻ്റെ യൂസ് എന്താണ്, ടാനിക് ആസിഡിൻ്റെ യൂസ് നമ്മൾ ലെതറും ഇങ്കും മേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ലെതർ, ഇങ്ക് എന്ന് പറയുന്ന 2 വേർഡ്സ് ഉണ്ടെങ്കിൽ കിട്ടി. പിന്നെ എന്താ പറയുകയാണ്, മീത്തൈൽ ഓറഞ്ചിനെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞൂടെ, അതൊരു ഇൻഡിക്കേറ്ററാണ്. ഇൻഡിക്കേറ്റർ മാത്രമല്ല, എന്താണ്, ലബോറട്ടറി ഇൻഡിക്കേറ്റർ കൂടിയാണ് അല്ലേ. പിന്നെ ഹൗ ക്യാൻ യു ഐഡൻറ്റിഫൈ ദ ആസിഡ് ആൻഡ് ബേസ് യൂസിങ് മീത്തൈൽ ഓറഞ്ച്. മീത്തൈൽ ഓറഞ്ച് പിന്നെ നമുക്ക് യൂസ് ചെയ്തിട്ട് എങ്ങനെ ഡിറ്റക്റ്റ് ചെയ്യാം, അത് ജസ്റ്റ് നമുക്ക് അറിഞ്ഞൂടെ അല്ലേ. നമ്മളെ ടെക്സ്റ്റിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത ഒരു എക്സ്പെരിമെൻ്റ് അല്ലേ,
ഒന്നിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ആസിഡ് എടുക്കുകയാണ്, ഒന്നിൽ നമ്മൾ ബേസ് എടുക്കുകയാണ്. എന്നിട്ട് ബേസിലേക്ക് നമ്മൾ മീത്തൈൽ ഓറഞ്ച് ഒഴിക്കുന്നു. മീത്തൈൽ ഓറഞ്ചിൻ്റെ കളർ എന്താണ്, ഗോൾഡൻ യെല്ലോ ആണ്. ബേസിൽ ഗോൾഡൻ യെല്ലോ തന്നെ അറ്റൈൻ ചെയ്യുന്നു. പിന്നെ ആസിഡിലേക്ക് നമ്മളൊരു ഡ്രോപ്പ് മീത്തൈൽ ഓറഞ്ച് ഇറ്റിച്ച് കഴിഞ്ഞാൽ ആ ഗോൾഡൻ യെല്ലോ എന്തായിട്ട് ചേഞ്ച് ചെയ്യും, ഒന്നെങ്കിൽ പിങ്കിഷ് അല്ലെങ്കിൽ റെഡ് കളറായിട്ട് അല്ലേ, നമ്മളത് ചെയ്തല്ലേ. ഓക്കെ, ഇങ്ങനെയാണ് മീത്തൈൽ ഓറഞ്ചിനെ പറ്റിയിട്ട്. അപ്പോൾ മീത്തൈൽ ഓറഞ്ച് ആസിഡിൻ്റെ ഇൻഡിക്കേറ്റർ കൂടിയാണ് എന്ന് നമുക്ക് പറഞ്ഞാൽ. ഇനി എടുത്ത് നോക്കൂ, കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വലുതാണെങ്കിലും ഉത്തരം ചെറുതാണ് അല്ലേ. റെഡ് ലിറ്റ്മസ് പേപ്പറിനെ പിന്നെ ബ്ലൂ ആക്കുന്നു ആര്, അത് ബേസാണെന്ന് നമുക്കറിയാം അല്ലേ. യെസ്. ഇനി അടുത്തതോ, ടെർമറിക്ക് ഒരു നാച്ചുറൽ ഇൻഡിക്കേറ്ററാണ്. സോപ്പ് വെള്ളമാക്കിയപ്പോൾ റെഡ് ആവുമെന്ന് പറഞ്ഞില്ലേ. അപ്പം ബേസ് ഏതോ ഒരു സൊല്യൂഷൻ ആക്കിയപ്പോൾ അത് റെഡായി, അപ്പോൾ അതും ബേസാണ്. പിന്നെയോ ഫിനോഫ്തലിന് ബേസിൻ്റെ ഇൻഡിക്കേറ്ററാണെന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ കളർലെസ് ആയിട്ടുള്ള ഫിനോഫ്തലിൻ നമ്മൾ ആഡ് ചെയ്തപ്പോൾ പിങ്ക് കളറായി, ഇതും ബേസ്. അപ്പോൾ 3 സൊല്യൂഷനും എന്താണ്, ബേസ്. അപ്പോൾ ഓപ്ഷൻ സി. ഇനി അടുത്ത നമ്മൾ വിനേഗറും ബേക്കിംഗ് സോഡയും അല്ലേ, അപ്പക്കാരവും പിന്നെ വിനേഗറും പിന്നെ അസിറ്റിക് ആസിഡും നമ്മൾ വേറെ വേറെ ബീക്കറിൽ എന്തുകൊണ്ടാണ് പ്ലേസ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസ് ഒന്നും ചെയ്തിട്ടില്ലേ അല്ലേ. ഒരു ബീക്കറിൽ നമ്മൾ എന്തെടുത്തു, വിനേഗർ എടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അതിലേക്ക് പിന്നെ ബേക്കിംഗ് സോഡ അല്ലേ, അതിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ബേക്കിംഗ് സോഡ അപ്പക്കാരം നമ്മൾ ആഡ് ചെയ്തു. അപ്പോൾ ഉണ്ടായ ഗ്യാസൊക്കെ നമ്മൾ പറഞ്ഞാലല്ലേ, ടു എക്സ്റ്റിങ്ക്വിഷ് ഫയർ. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡാണ് പുറത്ത് വരുന്നത്. അത് പിന്നെ എന്താണ്, ഇത് ആസിഡാണ്, ഇത് ബേസാണ്. ഇത് രണ്ടും കൂടി എന്തായി പോകും, ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന ഒരു ഭാഗവും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അത് മാത്രമല്ല, അത് ന്യൂട്രൽ ആയി കഴിഞ്ഞാൽ എന്താണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക, സാൾട്ട് പ്ലസ് വാട്ടറാണ് എന്നും നമ്മൾ പറഞ്ഞു. പക്ഷേ ക്വസ്റ്റ്യൻ വളരെ സിമ്പിളാണ്. എന്താണ്, ഒറ്റ ചോദ്യം, ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് എന്താണ് ചോദിച്ചത്, പിന്നെ ഫിനോഫ്തലിൻ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് നമുക്ക് ആസിഡും ബേസും മനസ്സിലാകാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഫിനോഫ്തലിൻ എന്തിൻ്റെ ഇൻഡിക്കേറ്ററാണെന്ന് നമ്മൾ പറഞ്ഞു, ഫിനോഫ്തലിൻ ബേസിൻ്റെ ഇൻഡിക്കേറ്ററാണെന്ന് പറഞ്ഞു. അപ്പം ബേസിൽ കളർലെസ് ആയിട്ടുള്ള ഫിനോഫ്തലിൻ എന്ത് കളറാവുന്നു നമ്മളിവിടെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ അത് ആസിഡിലാണെങ്കിലോ കളർ ചേഞ്ച് ഉണ്ടാവില്ല എന്നും പറഞ്ഞു. ആ ജസ്റ്റ് ഒന്ന് എക്സ്പെരിമെൻറ്റ് മെത്തേഡ് രൂപത്തിൽ എഴുതിയാൽ മതി. പിന്നെയോ design an experiment to determine whether given part of a plant can be used as natural indicator ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏതെങ്കിലും പ്ലാൻ പാർട്ട് നമ്മൾ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞില്ലേ. യെസ്, നമ്മളിതാ പതിമുഖ വാട്ടർ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, പിന്നെ നടത്തിയ ഒരു എക്സ്പെരിമെൻറ്റിനെ പറ്റി പറഞ്ഞു. പിന്നെയോ കുറേ നാച്ചുറൽ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ പേര്, പിന്നെയോ നാച്ചുറൽ കളർ, പിന്നെയോ കളർ ഇൻ ആസിഡ്, കളർ ഇൻ ബേസ്, ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു എക്സ്പെരിമെൻറ്റ് നോട്ട് യൂസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, പിന്നെ ഇവിടെ ഒരു ഒബ്സർവേഷൻ ആണ് അല്ലേ. ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് ഒരു ഒബ്സർവേഷൻ്റെ ഒരു കോളം ഇവിടെ ഉണ്ട്. ഒന്നുമില്ലാതെ ആ കുക്കുംബറിൽ ബ്ലൂ ലിറ്റ്മസ് റെഡ് കളർ, പിന്നെയോ ഗ്രേപ്പിൽ റെഡ് കളർ, പിന്നെയോ ലെമണിൽ റെഡ് കളർ, ആപ്പിളിൽ റെഡ് കളർ, ടൊമാറ്റോയിൽ റെഡ് കളർ. ഓരോ ഫുഡ് ഐറ്റത്തിനുള്ള ആസിഡുകളുടെ പേര് നമ്മൾ ക്ലാസ് പറഞ്ഞതാണ്. അപ്പോൾ ഇതൊക്കെ റെഡ് ആവണമെങ്കിൽ, ബ്ലൂ കളറിനെ റെഡ് ആക്കണമെങ്കിൽ ഇതൊക്കെയും എന്തായിരിക്കാം, ഇതൊക്കെയും ആസിഡ് ആയിരിക്കാം അല്ലേ. ആസിഡ് പ്രസൻറ്റ് ഉണ്ടാവും. ഏതൊക്കെ ആസിഡാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ റെഡ് ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഇല്ല. പക്ഷെ അവസാനത്തിൽ കണ്ട ബേക്കിംഗ് സോഡ നമ്മൾ അപ്പക്കാരെടുത്തപ്പോൾ ബ്ലൂ ലിറ്റ്മസ് പേപ്പറിൽ കളർ ചേഞ്ച് ഇല്ല. പിന്നെയോ ബ്ലൂ തന്നെ റെഡ് ലിറ്റ്മസ് പേപ്പറിനെ ബ്ലൂ ആക്കി. അപ്പോൾ ഇത് ബേസ് അല്ലേ, ഇത് മാത്രം എന്തോ ഒരു സബ്സ്റ്റൻസ് ആണ്, ബാക്കിയെല്ലാം ഒരു ഗ്രൂപ്പ് ഓഫ് സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ ഈ സബ്സ്റ്റൻസിന് നമ്മൾ ഒരു ഡെഫിനീഷൻ കൊടുത്തിട്ടുണ്ട്. യെസ്, ഒരു കൺക്ലൂഷൻ എഴുതുക. പിന്നെയോ കോമൺ നെയിം, എന്താണ് കോമൺ നെയിം, നമ്മൾ ആസിഡിനും പിന്നെ ബേസിനും ഒരു കോമൺ നെയിം പറഞ്ഞിട്ടുണ്ട്. യെസ്, ആസിഡ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് ടേൺഡ് ബ്ലൂ ലിറ്റ്മസ് ഇൻ ടു റെഡ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആസിഡിൻ്റെ എന്തുണ്ട്, ഒരു ഡെഫിനിഷൻ ഉണ്ട് അല്ലേ. പിന്നെ സം ക്യാരക്ടറിസ്റ്റിക്സ് ഏതെങ്കിലും ഒന്ന് എഴുതാൻ വേണ്ടി. യെസ്, നമ്മളെല്ലാം ഒന്നിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. ആസിഡിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ്, ബേസിൻ്റെ ക്യാരക്ടേഴ്സ് എന്തൊക്കെയാണ് അല്ലേ, ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ക്യാരക്ടേഴ്സ് എന്ത് ചെയ്യുക, അതിലൊത്തേക്ക് എഴുതുക. പിന്നെന്താണ്, പിന്നെ ജസ്റ്റ് താഴെ കൊടുത്ത സെൻറ്റൻസ് നോക്കൂ. കേർഡ് കണ്ടെയ്ൻ എ ബാക്ടീരിയ കോൾഡ് ലാക്ടോബാസിലസ്, സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. പിന്നെ ആസിഡ് ഹാവ് സോർ ടേസ്റ്റ്, ശരിയാണ്. ആസിഡ് ഫൗണ്ട് ഇൻ ലെമൺ ഈസ് ലാക്റ്റിക് ആസിഡ് പാലിലല്ലേ, അപ്പോൾ തെറ്റാണ്. പിന്നെ ആസിഡ് ഫൗണ്ട് ഇൻ ആപ്പിൾ ഈസ് സിട്രിക് ആസിഡ്, എന്താണ്, തെറ്റല്ലേ. സിട്രിക് ആസിഡ് ലെമണിലാണ്. ആസിഡിൽ എന്താണ്, ആസിഡ് മാലിക് ആസിഡാണ്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെൻ്റ് ആണ് ശരി, 1 and 3 എന്ന് പറയുന്നത് ഏതാണ്, ഡി. അപ്പോൾ ക്യാപിറ്റൽ സ്മോൾ ലെറ്റർ ഒക്കെ കണ്ടിട്ട് എന്ത് ചെയ്യേണ്ട, ആകെ
മിസ്റ്റേക്ക് ആക്കി വെക്കണ്ട. ആ ക്വസ്റ്റ്യൻ പോലെ എന്ത് ചെയ്താൽ മതി, ക്വസ്റ്റ്യൻ ടു ദ ആൻസർ ചെയ്താൽ മതി. ഇനി 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ജസ്റ്റ് സയൻസ് കിറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ സയൻസ് കിറ്റിൽ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് യൂസ് ചെയ്തിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്യാനാണ് പറയുന്നത് അല്ലേ. ആയിക്കോട്ടെ, നമ്മളെ പേജ് നമ്പർ എത്രയിലുണ്ട്? യെസ്, പേജ് നമ്പർ 50ൽ ക്ലിയറായിട്ട് ഒബ്സർവേഷന് ഒരു ഒരു റോസ് ആൻഡ് കോളമൊക്കെ വരച്ചിട്ട് എന്തുണ്ട്, കണ്ടക്ടേഴ്സ് എന്താണ്, ഇൻസുലേറ്റേഴ്സ് എന്താണ് എന്നൊക്കെ പറയുന്നുണ്ട് അല്ലേ. ജസ്റ്റ് ആ ഒരു എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നെയോ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്തപ്പോൾ LED സ്ട്രിപ്പ് എന്ത് ചെയ്തിട്ടില്ല, കത്തിയിട്ടില്ല ഡ്രൈ പേപ്പറുള്ള സമയത്ത്. പിന്നെയോ അത് വെറ്റ് പേപ്പർ ആണെങ്കിൽ എന്ത് സംഭവിക്കും? അപ്പോൾ ഡ്രൈ പേപ്പർ ഒരു ഇൻസുലേറ്ററാണ് എന്നും വെറ്റ് പേപ്പർ ഒരു കണ്ടക്ടറാണ് എന്നും, അപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുക, എന്താണ് റീസൺ എന്നൊക്കെ കൃത്യമായിട്ട് എഴുതി കൊടുക്കുക. പിന്നെന്താണ്, ഇവിടെ ഒരു ടാബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ടാബിളിൽ ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ പിന്നെ എക്സ്പെരിമെൻറ്റ് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഒരു ഒബ്സർവേഷൻ ഉണ്ടാവും അല്ലേ. ആ ഒബ്സർവേഷൻ്റെ ടാബിളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. യെസ്, ഒബ്സർവേഷൻ്റെ ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സേഫ്റ്റി പിന്ന്, LED ലിറ്റപ്പ്, ഇലക്ട്രിസിറ്റി പാസ്ഡ്. യെസ്, സേഫ്റ്റി പിൻ എന്താണ്, നമ്മൾ ക്ലാസ് ചെയ്തതാണ് അല്ലേ. പിന്നെ നോക്കൂ, മെറ്റൽ ബാങ്കിൾ LED ലിറ്റപ്പ്, ഇലക്ട്രിസിറ്റി പാസ്ഡ്, ഇത് രണ്ടും ശരിയാണ്. ഇനിയോ പ്ലാസ്റ്റിക് ബാങ്കിൾ LED ലിറ്റപ്പ് ചെയ്യാൻ പാടുണ്ടോ? ഇല്ല. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യോ? ഇല്ല. പിന്നെ പെൻസിൽ ഗ്രാഫൈറ്റ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യണോ അല്ലേ. പിന്നെയോ ലിറ്റപ്പ് ചെയ്യണോ അല്ലേ. അപ്പോൾ ഇത് തെറ്റാണ്. അപ്പോൾ ഇതിലേതാണ് പിന്നെ പേസാണ് ശരി എന്നാണ് ചോദിക്കുന്നത് അല്ലേ. സേഫ്റ്റി പിന്നും ശരിയാണ്, പിന്നെയോ മെറ്റൽ ബാങ്കിളും ശരിയാണ്. അപ്പോൾ സേഫ്റ്റി പിന്നെ മെറ്റൽ ബാങ്കിൾ വരുന്നത് D ആണ്. പിന്നെയോ ഇനി 5ാമത്തെ ചോദ്യം നോക്കൂ. 5ാമത്തെ ചോദ്യം ക്വസ്റ്റ്യൻ എന്താണ്, പിന്നെ നമ്മൾ ഇലക്ട്രിക് ഷോക്ക് വരുന്ന കുറച്ച് സിറ്റുവേഷൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മൾ ക്ലാസ്സിൽ ടിക്കൊക്കെ ഇട്ട് ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ ഒരു സാധനം. അപ്പോൾ ബൾബ് സ്വിച്ച് ഇട്ടിട്ടാണ് ബൾബ് മാറ്റുന്നത്. യെസ്, കറണ്ട് പിടിക്കാൻ സാധ്യത ഉണ്ട് അല്ലേ. പിന്നെയോ വെറ്റ് ഹാൻഡ് കൊണ്ട് കുളിച്ചിറങ്ങിയ പാടൊക്കെ നമ്മൾ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമോ, ചെറിയൊരു ഷോക്ക് ഉണ്ടാവും അല്ലേ. പിന്നെയോ യെസ്, കാലിൽ നമുക്ക് ചെരുപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇസ്തിരി ഇടുന്നെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ ഇതിൽ എന്ത് ചെയ്യില്ല, ഇലക്ട്രിസിറ്റി പിന്നെ ഷോക്ക് അടിക്കാനുള്ള സാധ്യത കുറവാണ്. ഇതോ പിന്നെയോ ഏത്തുമായിട്ട് കോൺടാക്റ്റ് ഉണ്ടാവില്ല, നമ്മളെ പിന്നെ റബ്ബറല്ല ചെരുപ്പ്, ഇൻസുലേറ്ററല്ല. പിന്നെയോ ചേഞ്ചിങ് ബൾബ് വാൻ സ്വിച്ച് ഈസ് ഓഫ്, ബൾബ് ഓഫ് പിന്നെ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ബൾബ് മാറ്റുക. ഓക്കെ, നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ ഇതിൽ ഇലക്ട്രിക് ഷോക്ക് ഉണ്ടാകുന്നത് 2 സിറ്റുവേഷൻ ഏതാണ്, 1ഉം 3ഉം. യെസ്, 1ഉം 3ഉം ഏതാണ്, അപ്പോൾ C ആണ്. ഇനിയോ കുറച്ച് താഴോട്ടേക്ക് വരിക, ബ്രോക്കൺ ലൈൻ. യെസ് അല്ലേ, ഒരു മാംഗോ ട്രീയിൽ റോഡ് സൈഡിൽ വീണിട്ടുണ്ട്. എന്തൊക്കെ സേഫ്റ്റി മെഷേഴ്സാണ് എടുക്കുക? പേജ് നമ്പർ എത്രയിലുണ്ട്, പിന്നെ നമ്മളെ ഫസ്റ്റ് എയ്ഡിനെ പറ്റി പറയുന്നുണ്ട്. പിന്നെന്ത് പറയുന്നുണ്ട്, CPRനെ പറ്റി പറയുന്നുണ്ട്. പിന്നെയോ അവസാനം നമ്മൾ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്, ഫസ്റ്റ് സേഫ്റ്റി മെഷർ എന്ന് പറയുന്നത് പവർ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ ഫസ്റ്റ്. ഇനി അത് പറ്റുന്നില്ല എങ്കിൽ കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യണോ, ആ കോണ്ടാക്റ്റ് ഇല്ലാതാക്കുക, ഒരു ബോർഡൊക്കെ വെക്കുക. അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യുക, ഇനി കോണ്ടാക്റ്റിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അയാളെ തട്ടി മാറ്റിയിട്ട് എന്ത് ചെയ്യണോ, പിന്നെ ഇൻസുലേറ്റർ ഉപയോഗിച്ചിട്ട് തട്ടി മാറ്റിയിട്ട് അതിനുള്ള റെസ്ക്യൂ കൊടുക്കണം. പിന്നെയോ യെസ്, എന്തൊക്കെ ഇനീഷ്യൽ സ്റ്റെപ്പാണ്, പിന്നെ ഇവിടെ കറണ്ട് പാസ് ചെയ്യാനുള്ള സിറ്റുവേഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, കുറച്ച് കൃത്യമായിട്ട് ഇലാബറേറ്റ് ചെയ്തിട്ട് പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ 6 വളരെ സിമ്പിളാണ്, ഒരു സർക്യൂട്ടാണ് അല്ലേ. B1 എന്ന് പറയുന്ന ബൾബുണ്ട്, B2 എന്ന് പറയുന്ന ബൾബുണ്ട്, C1 എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്, C2 എന്ന് പറയുന്ന സ്വിച്ച് ഉണ്ട്. ഈ സ്വിച്ച് രണ്ടും എന്താണ്, ഓഫാണെങ്കിൽ എന്താണ്, സർക്യൂട്ട് ഓപ്പൺ ആണ് അല്ലേ. അപ്പോൾ ഇതിലോട്ടൊക്കെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല. ഇവിടെ എന്തുണ്ട്, സെല്ലുകൾ ചേർന്നിട്ട് ബാറ്ററി ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഓക്കെ, അപ്പോൾ ഇത് 2 സ്വിച്ചും ഓഫാണെങ്കിൽ 2 ബൾബും എന്ത് ചെയ്യില്ല, ഗ്ലോ ചെയ്യൂല. ഇനി ഇതിൽ C1ഉം C2ഉം നമ്മൾ എന്ത് ചെയ്യാണ്, യെസ് ബൾബ് നമ്മൾ സ്വിച്ച് ഓൺ കണ്ടീഷൻ ആണെങ്കിൽ ഇതെന്താണ്, ക്ലോസ്ഡ് സർക്യൂട്ടാണ്, ലിറ്റപ്പ് ചെയ്യും അല്ലേ, ബൾബ് ലിറ്റപ്പ് ചെയ്യും അല്ലേ. അപ്പോൾ ആ 2 ക്വസ്റ്റ്യനാണ് ഇവിടെ ചോദിച്ചത്. ഇനി രണ്ടാമത് ഒരു ഡയഗ്രാം സെറ്റാക്കാനാണ്. 2 ബൾബ്, യെസ് ഈ ബൾബും വേണം ഈ ബൾബും വേണം. ഓക്കെ, പിന്നെ ഓൺലി 1 സ്വിച്ച്, ഈ സ്വിച്ച് കൊടുത്താൽ മതി. C2 എന്ത് ചെയ്യുക, ക്യാൻസൽ ആയി കളയുക. എന്നിട്ട് കിടിലം പോലെ ഒരു സർക്യൂട്ട് വരയ്ക്കുക. പിന്നെയോ ക്ലോസ്ഡ് സർക്യൂട്ടാണെങ്കിൽ പിന്നെ ബൾബ് കത്തിക്കാൻ മറന്നൂറ്. ഓക്കെ, ഇങ്ങനെ ചെറിയ എന്ത് ചെയ്യണോ. ഇനി ഓപ്പൺ സർക്യൂട്ടാണ് വരയ്ക്കാൻ വേണ്ടി പറഞ്ഞെങ്കിൽ സ്വിച്ച് ഓഫായിരിക്കണം, ബൾബ് എന്ത് ചെയ്യാൻ പാടില്ല, കത്താൻ പാടില്ല. ഇതിങ്ങനെ എന്ത് ചെയ്യണോ, കണക്ട് ചെയ്യാൻ വേണം, കണക്റ്റിംഗ് വയേഴ്സ് വേണം. പിന്നെയോ കണക്റ്റിംഗ് വയേഴ്സ് മാത്രം പോരാ, കണക്റ്റിംഗ് വയേഴ്സ് വേണം, എന്താണ് ഡിവൈസ് എന്നുള്ള സാധനം വേണം. പിന്നെ നമുക്ക് എന്ത് വേണം, യെസ് പിന്നെ പവർ ഓഫ് ഇലക്ട്രിസിറ്റി, ആരാണോ ഇലക്ട്രിസിറ്റി പ്രൊവൈഡ് ചെയ്യുന്നത് അവരാണ് എന്ത് ചെയ്യുന്നത്, അല്ലേ, സോഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി. ഓക്കെ, യെസ്. ഇനി ലാസ്റ്റ് വൺ ജസ്റ്റ് ശ്രദ്ധിക്കൂ, പിന്നെ LED. യെസ്, LED നമ്മൾ ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ട്. പിന്നെയോ
നമ്മൾ CFL ഫുൾ ഫോം പറഞ്ഞിട്ടുണ്ട് അല്ലേ. LED ആണ്, ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്. ഡയോഡ് ഇങ്ങനെ നമ്മൾ വരയ്ക്കുക, LED നമ്മളിങ്ങനെ വരയ്ക്കുക. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു പേജ് നമ്പറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് അല്ലേ. യെസ്, പേജ് നമ്പർ 54 ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഇതാ LED ശരിയാണ്, ബസർ തെറ്റല്ലേ. ബസർ എന്ന് പറഞ്ഞാൽ ഇതാണോ, ഇത് ബൾബല്ലേ, ഇത് കത്താത്ത ബൾബല്ലേ. പിന്നെ ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇത് മോട്ടറല്ലേ. അപ്പോൾ ഏതാണ് ശരി? 1. ഓക്കെ, റെഡി, ശരി.